നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് C++ പ്രോഗ്രാം ഉപയോഗിച്ച് നമുക്ക് ഒരു ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിലോട്ട് നമ്മുടെ കണ്ടന്റ് എങ്ങനെ റൈറ്റ് ചെയ്യാം, അതുപോലെ ആ ഫയലിൽ നിന്ന് നമ്മുടെ കണ്ടന്റ് എങ്ങനെ റീഡ് ചെയ്യാം തുടങ്ങിയവയാണ്. സോ നമുക്ക് ഫയൽസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് നമുക്കൊരു ലൈബ്രറി നമുക്ക് ആദ്യം ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. സോ നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാം. ഇൻക്ലൂഡ് fstream എന്നാണ് ആ ലൈബ്രറിയുടെ പേര്. സോ ഈ ലൈബ്രറിയിൽ അടങ്ങിയിട്ടുള്ള രണ്ട് ഹെഡർ ഫയൽസാണ് ifstream അതുപോലെ ofstream. ifstream നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫയൽ റീഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. അതുപോലെ ofstream നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫയൽ റൈറ്റ് ചെയ്യുന്നതിനും അതുപോലെ ഓപ്പൺ ചെയ്യുന്നതിനുമാണ് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ആദ്യമായി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിലോട്ട് കുറച്ച് കണ്ടന്റ് റൈറ്റ് ചെയ്യാം. സോ നമുക്ക് ആദ്യമായി നമ്മുടെ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളിവിടെ ofstream എന്ന് പറയുന്ന ക്ലാസ് അല്ലെങ്കിൽ ലൈബ്രറിയാണ് നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതിനും ഓപ്പൺ ചെയ്യുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്നത്. സോ ഞാനിവിടെ എൻ്റെ ഒബ്ജക്റ്റിൻ്റെ പേര് ഞാൻ മൈ ഫയൽ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം sample.txt എന്ന് കൊടുക്കുന്നു. സോ ഇപ്പോൾ നമ്മുടെ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഒരു ടെക്സ്റ്റ് ഫയലാണ്. സോ ഇതിലോട്ട് നമ്മളൊരു ടെക്സ്റ്റ് സ്റ്റോർ ചെയ്യുന്നു. സോ ഞാനിവിടെ മൈ ഫയൽ ഇതുപോലെ ഒരു ഇൻസേർഷൻ ഓപ്പറേറ്റർ കൊടുക്കുന്നു. അതിനുശേഷം ഞാനിവിടെ ലേൺ C++ പ്രോഗ്രാമിംഗ് എന്ന് കൊടുക്കുന്നു. സോ നമ്മളിപ്പോൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതിലോട്ട് നമ്മൾ ലേൺ C++ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ടെക്സ്റ്റ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. സോ നമ്മുടെ ഫയലുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസ് എല്ലാം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫയൽ ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. സോ ഞാനിവിടെ മൈ ഫയൽ ഡോട്ട് ക്ലോസ് നമ്മുടെ ഫയൽ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. സോ ഇനി ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ പ്രത്യേകം പാത്തൊന്നും കൊടുത്തിട്ടില്ല. സോ നമ്മുടെ പ്രൊജക്റ്റ് ഏത് ഫോൾഡറിലാണോ ആ ഒരു ഫോൾഡറിൽ തന്നെയായിരിക്കും ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കിവിടെ ഈ ഫയൽസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ പ്രൊജക്റ്റ്. സോ ഇതിൽ നമുക്കിപ്പോൾ സാമ്പിൾ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഫയലില്ല. പക്ഷേ ഞാനിവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സാമ്പിൾ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഫയൽ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമുക്ക് sample.txt എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഫയൽ ലഭിച്ചു. സോ അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേൺ C++ പ്രോഗ്രാമിംഗ് എന്ന് കാണാൻ കഴിയും. സോ നമുക്കിനി ഒരു പ്രത്യേക ഫോൾഡറിലാണ് നമ്മുടെ ഈ ഫയൽ വേണ്ടതെങ്കിൽ, സോ ഉദാഹരണമായി ഞാനിവിടെ ഡൗൺലോഡ്സിൽ ഫയൽ എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിലാണ് വേണ്ടതെങ്കിൽ ഞാൻ ഈ പാത്ത് കോപ്പി ചെയ്യുക. സോ ഇവിടെ ഈ ഫയൽ നെയിമിന് മുമ്പായി പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ ബാക്ക്വേർഡ് സ്ലാഷ് നമ്മൾ ഫോർവേഡ് സ്ലാഷ് ആയി കൊടുക്കുക. സോ എഫ് ഡ്രൈവിൽ ഡൗൺലോഡ്സിൽ ഫയൽ എന്ന് പറയുന്ന ഫോൾഡറിൽ sample.txt എന്ന് പറയുന്ന ടെക്സ്റ്റ് ഫയലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ക്രിയേറ്റ് ആവുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. സോ നിങ്ങൾക്കിപ്പോൾ കാണാം ഈ ഒരു ഫോൾഡർ empty ആണ്. സോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫയൽ ക്രിയേറ്റ് ആവുന്നത് നമുക്ക് കാണാൻ കഴിയും. സോ നമുക്കിവിടെ പ്രോഗ്രാം റൺ ചെയ്യാം. റൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ sample.txt എന്ന് പറയുന്ന ഒരു ഫയൽ ഓപ്പൺ ആവുന്നതായി കാണാം. നമുക്ക് റൺ ചെയ്യാം. സോ നമ്മുടെ പ്രോഗ്രാം റണ്ണായി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കിവിടെ സാമ്പിൾ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഫയൽ കാണാൻ കഴിയും. സോ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലേൺ C++ പ്രോഗ്രാമിംഗ് എന്ന് കാണാൻ കഴിയും. സോ ഇത്തരത്തിൽ നമുക്ക് ofstream എന്ന് പറയുന്ന ക്ലാസ് ഉപയോഗിച്ച് നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇനി നമുക്കൊരു ഫയൽ റീഡ് ചെയ്യണമെങ്കിൽ എങ്ങനെ റീഡ് ചെയ്യാം? ഉദാഹരണമായി ഈ ഒരു sample.txtയിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് റീഡ് ചെയ്യണമെങ്കിൽ എങ്ങനെ റീഡ് ചെയ്യാമെന്ന് നോക്കാം. സോ റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ifstream എന്ന് പറയുന്ന ക്ലാസ്സാണ്. സോ ആ ലൈബ്രറിയുടെ പേര് അല്ലെങ്കിൽ ആ ക്ലാസിൻ്റെ പേര് ഇവിടെ കൊടുക്കുക, ifstream. അതിനുശേഷം നമ്മുടെ ഒബ്ജക്റ്റ് മൈ ഫയൽ, അത് നമ്മൾ ഏത് ഫയലാണ് റീഡ് ചെയ്യുന്നത് അതിൻ്റെ ഫുൾ പാത്ത് ഇവിടെ കൊടുക്കുക. അവസാനമായി നമുക്ക് ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. ക്ലോസ് ചെയ്യേണ്ട കോഡും എഴുതുക. അതിനുള്ളിലാണ് നമ്മൾ റീഡ് ചെയ്യേണ്ട കോഡ് എഴുതേണ്ടത്. സോ നമ്മൾ ടെക്സ്റ്റ് ഫയലാണ് റീഡ് ചെയ്യുന്നത്. സോ നമുക്ക് അതിലുള്ള ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റാണ്. സോ നമ്മളിവിടെ നമ്മുടെ ടെക്സ്റ്റ് സ്റ്റോർ ചെയ്യുന്നതിന് സ്ട്രിംഗ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആദ്യം ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ifstream ഉപയോഗിച്ച് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഫയൽ നെയിം കൊടുക്കുന്നു. സോ അതിനുശേഷം നമ്മളൊരു വൈൽ ലൂപ്പാണ് ഉപയോഗിക്കുന്നത്. സോ വൈൽ ലൂപ്പിൽ നമ്മൾ ഗെറ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ്, അതായത് ifstream ക്ലാസ്സിലുള്ള ഗെറ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഗെറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫയൽ ലൈൻ ബൈ ലൈൻ റീഡ് ചെയ്യാൻ സാധിക്കും. സോ ഞാനിവിടെ ഗെറ്റ് ലൈൻ, ശേഷം നമ്മുടെ ഫയലിൻ്റെ ഒബ്ജക്റ്റ് നെയിം കൊടുക്കുക മൈ ഫയൽ. ശേഷം നമ്മൾ ഏത് ടെക്സ്റ്റിലോട്ടാണ് ഏതൊരു വേരിയബിളിലോട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് സ്റ്റോർ ചെയ്യുന്നത്. സോ നമ്മളിവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ അത് ഞാനിവിടെ കൊടുക്കുന്നു ടെക്സ്റ്റ്. ശേഷം നമ്മൾ വൈൽ ലൂപ്പിൻ്റെ ബോഡിക്കുള്ളിൽ നമ്മൾ C out എന്ന് കൊടുത്ത ശേഷം നമ്മൾ സ്റ്റോർ ചെയ്ത ടെക്സ്റ്റ് അത് പ്രിൻ്റ് ചെയ്യുന്നു.
സോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വൈൽ ലൂപ്പാണ്. വൈൽ ലൂപ്പിൽ നമ്മൾ ഗെറ്റ് ലൈൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നു. നമുക്ക് ലൈൻ ബൈ ലൈൻ നമ്മുടെ ടെക്സ്റ്റ് ഫയൽ റീഡ് ചെയ്യുന്നതിന്. അതിനുശേഷം നമ്മൾ ഫയലിൻ്റെ ഒബ്ജക്റ്റ് നെയിം കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ഏത് വേരിയബിളിലോട്ടാണോ നമ്മുടെ ടെക്സ്റ്റ് സ്റ്റോർ ചെയ്യേണ്ടത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ആ ടെക്സ്റ്റ് വേരിയബിൾ പ്രിൻറ്റ് ചെയ്യുന്നു. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. അവസാനമായി നമ്മൾ ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഫയൽ ക്ലോസ് ചെയ്യുന്നു. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ലേൺ C++ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന റിസൾട്ട് വരുന്നു. സോ നമ്മുടെ ഫയലിലും അതായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്, ലേൺ C++ പ്രോഗ്രാമിംഗ്. സോ ഇനി അതിന് താഴെ ആദ്യമായി നമുക്ക് നമ്മുടെ പ്രോഗ്രാമിംഗ് ക്ലോസ് ചെയ്യും. അതിനുശേഷം അതിന് താഴെ ഞാൻ ലേൺ ജാവ പ്രോഗ്രാമിംഗ്, അതുപോലെ ലേൺ പൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്ന് 3 ലൈന് കൊടുത്ത ശേഷം ഞാൻ സേവ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ലേൺ C++ പ്രോഗ്രാമിംഗ്, ലേൺ ജാവ പ്രോഗ്രാമിംഗ്, ലേൺ പൈത്തോൺ പ്രോഗ്രാമിംഗ്. അതിലുള്ള എല്ലാ ലൈനും നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കുന്നു. പക്ഷേ നമുക്കത് എല്ലാം ഒറ്റ ലൈനിലാണ് വന്നത്. സോ നമുക്കിവിടെ ഒരു എൻഡ് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് വ്യത്യസ്ത ലൈനുകളിൽ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ലേൺ C++ പ്രോഗ്രാമിംഗ്, ലേൺ ജാവ പ്രോഗ്രാമിംഗ്, ലേൺ പൈത്തോൺ പ്രോഗ്രാമിംഗ്. സോ ഇത്തരത്തിൽ നമുക്ക് ഈ IF സ്ട്രീം ലൈബ്രറി ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫയലുകളിലുള്ള കണ്ടൻറ്റ് നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് വൈൽ ലൂപ്പാണ്. സോ നമ്മൾ വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ഗെറ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നു. സോ ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫയലിൽ ലൈൻ ബൈ ലൈൻ ഇത് റീഡ് ചെയ്യാൻ വേണ്ടി നമ്മളിത് ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ വൈൽ ലൂപ്പ് ഉപയോഗിക്കുന്നത്. സോ ഇത്തരത്തിൽ നമുക്ക് C++ ഉപയോഗിച്ച് ഫയൽ ക്രിയേറ്റ് ചെയ്യാനും അതിലോട്ട് റൈറ്റ് ചെയ്യാനും അതിൽ നിന്നുള്ള ഡീറ്റെയിൽസ് റീഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും.